നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിന് വേണ്ട ചോറ് നമുക്ക് ഒരു മിക്സിയുടെ ഒരു വലിയ ബ്ലെൻഡറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ചോറ് എടുത്തിരിക്കുന്നത് 240 ml ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ കിണ്ണത്തപ്പം ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചോറ് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഇതേ സെയിം അളവിൽ തന്നെ 240 ml സെയിം അളവിലുള്ള കപ്പിൽ നാളികേരപ്പാൽ ഒരു കപ്പ് എടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഈ ചോറിൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർത്ത് അരക്കുന്നതിന് പകരം നമ്മൾ ഈ നാളികേരപ്പാലിൽ അരച്ചെടുത്താൽ നന്നായിട്ട് തന്നെ ആ ചോറ് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആ സെയിം കപ്പ് അളവിൽ തന്നെ ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കിത് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഒരു 5-8 ഏലക്കായുടെ സീഡ് ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരപ്പാൽ. അപ്പോൾ 2 കപ്പ് നാളികേരപ്പാലാണ് നമ്മൾ മൊത്തത്തിൽ ചേർക്കുന്നത്. അതിൽ ഒരു കപ്പ് നമ്മൾ ആദ്യമേ ഒഴിച്ചാണല്ലോ നമ്മൾ ചോറ് അരച്ചെടുത്തത്. ബാക്കിയുള്ള നാളികേരപ്പാലും കൂടി ഇതിനകത്തേക്ക് കൂടി ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഒരല്പം മാത്രം ഉപ്പ്. നന്നായിട്ട് നമുക്കിതൊന്ന് വീണ്ടും അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് 2 കപ്പ് നാളികേരപ്പാലും അര കപ്പ് അളവിൽ ഉള്ള ശർക്കരപ്പാനിയും. അപ്പോൾ ശർക്കരയുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണം നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ നമ്മൾക്കിത് തിളയ്ക്കുന്നത് വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുമ്പോഴിങ്ങനെ കൈവിടാതെ ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് കൈവിട്ടൊക്കെ നമുക്ക് ഇളക്കാം, കുഴപ്പമൊന്നുമില്ല, അടിയിലൊന്നും പിടിക്കില്ല. ഇപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുത്ത്. അപ്പോൾ നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും. അപ്പോൾ നമ്മളുടെ കിണ്ണത്തപ്പത്തിന് ഒരു സ്വാദും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളികേരപ്പാൽ ചേർത്തിട്ടുണ്ട് 2 കപ്പ് അളവിൽ. അപ്പോൾ നെയ്യിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ ഉള്ള നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കൊന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കുക, ഇടയ്ക്ക് മീഡിയത്തിലേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കണം, എന്നാലും മാത്രമേ ഇതിന് സ്വാദ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കിണ്ണത്തപ്പം റെഡിയായി കിട്ടും, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ബദാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്വാദാണ് നമുക്ക് ഇങ്ങനെ അതിനകത്ത് കിടന്ന് കുക്കാവുമ്പോൾ നമുക്ക് ആ കിണ്ണത്തപ്പം കഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു സ്വാദാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബദാമിന് പകരമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതും നമുക്ക് നെയ്യിൽ വറുക്കൊന്നും വേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പാണെങ്കിലും ഇതേപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, സ്വാദിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും ഇടയ്ക്കൊന്ന് ലോവിലേക്ക് മാറ്റുന്നുണ്ട്, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് ഒരിക്കലും ആക്കി കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടിഭാഗം കരിഞ്ഞു പോകും, ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇതിപ്പോൾ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഒരു റെസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്ന് തുടങ്ങും. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ നമ്മളിത് ഇതിനകത്ത് നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കുമല്ലോ, അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇത് നമുക്ക് കോരി ഒഴിച്ച് വയ്ക്കാം. പക്ഷേ നമ്മൾ ആ കിണ്ണത്തപ്പം കഴിക്കുമ്പോൾ കുറച്ച് ഒരു സോഫ്റ്റായിട്ടിരിക്കും, കൂടുതൽ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കിണ്ണത്തപ്പമാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കയ്യിലുകൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ വിട്ട് താഴേക്ക് വീഴണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിത് കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ കിണ്ണത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അതിനുശേഷം നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്താവൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്ലവർ പോലത്തെ ഒരു കുഞ്ഞു പാത്രത്തിലും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാത്രം കൂടി ഞാൻ എടുത്തത്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല, അത്ര സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇതേപോലത്തെ പ്ലേറ്റുകളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനത്തെയൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ടിരുന്ന് കഴിച്ചോളും. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണല്ലോ. ഇതിനകത്ത് യാതൊരു ദോഷമില്ലാത്ത ഒരു പലഹാരമാണിത്. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചോറ് കൊണ്ടല്ലേ നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കുഴപ്പമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല അടിപ്പനായിട്ട് തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള കിണ്ണത്തപ്പം നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റി. ഇത് കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യുന്ന ഭാഗം നോക്കിയപ്പോൾ അതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അത് ക്യാമറ ഓഫായിപ്പോയി. പക്ഷെ നല്ല കത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു അത്. പക്ഷേ ഇതിനകത്ത് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഇതിന് സ്വാദം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയാറില്ലേ, അത് ഈ രീതിയിലുള്ള കിണ്ണത്തപ്പം കഴിച്ചാലാണ് ആ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കിയൊക്കെ ചോറ് വന്നാൽ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.